നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ മാധ്യമത്തോട് നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായ ഒരു വെളിപ്പെടുത്തൽ, അതായത് വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിനെതിരെ, ബാങ്ക് അധികൃതർക്കെതിരെ അദ്ദേഹം രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്ക് അസിസ്റ്റന്റ് മാനേജർക്കെതിരെയാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഈ കുടുംബം ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം, മാനസികാവസ്ഥ ഒക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷേ ആ സാഹചര്യത്തിൽ പോലും യാതൊരു കരുണയും അവരോട് കാണിക്കുന്നില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അബ്ദുൾ റഹീമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർ നിരന്തരം ഷെമിയെ വിളിച്ച് ശല്യപ്പെടുത്തിയിരുന്നു. തിരിച്ചടയ്ക്കാനുള്ള പൈസ ചോദിച്ചുകൊണ്ടുള്ള വിളിയായിരുന്നു. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഇത്തരത്തിൽ നിരന്തരമായി വിളിച്ച് ശല്യപ്പെടുത്തിയിരുന്നു എന്നാണ് അബ്ദുൾ റഹീം പ്രതികരിച്ചിരിക്കുന്നത്. 2 ദിവസം മുന്നേയും, അതായത് ഈ കൊലപാതകങ്ങൾ നടന്ന് ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും താൻ ആ ബാങ്കിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് വളരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണമാണ് താൻ നേരിട്ടത് എന്നാണ് അബ്ദുൾ റഹീം പറഞ്ഞിരിക്കുന്നത്. ബാങ്ക് മാനേജർ വളരെ രൂക്ഷമായിട്ട് തന്നോട് സംസാരിച്ചു. അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞ ദിവസം പോയപ്പോഴും വളരെ മോശമായിട്ടുള്ള സംസാരമാണ് ഉണ്ടായത്. താൻ പറഞ്ഞിട്ടാണോ തന്റെ മകൻ എല്ലാവരെയും കൊന്നത് എന്ന ചോദ്യം ആ മനുഷ്യൻ തന്നോട് ചോദിച്ചുവെന്നും കുടുംബം നശിച്ചു പോയത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് എന്ന രീതിയിൽ സംസാരിച്ചുവെന്നും അബ്ദുൾ റഹീം പ്രതികരിച്ചിരിക്കുകയാണ്. വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർക്കെതിരെയാണ് അബ്ദുൾ റഹീം ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും തിരിച്ചടയ്ക്കാനുള്ള പൈസയാണ് അവർ ചോദിച്ചുകൊണ്ടിരുന്നത് എന്നറിയാം. എങ്കിൽ പോലും ഒരു സാവകാശം തന്റെ കുടുംബത്തിന് അവർ നൽകിയില്ല. ഇത്തരത്തിൽ നിരന്തരമായി രാവിലെ മുതൽ വൈകുന്നേരം വരെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു എന്ന ഒരു ആരോപണമാണ്, ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഈ പിതാവ് ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോഴും തന്നോട് വളരെ രൂക്ഷമായി സംസാരിച്ചു എന്ന ഗുരുതര ആരോപണവും അബ്ദുൾ റഹീം ഉന്നയിച്ചിരിക്കുന്നു. ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ നിരന്തരമായ ഒരു ബുദ്ധിമുട്ടിക്കൽ കുടുംബം നേരിട്ടിരുന്നു. ഒരു പേപ്പർ ഒപ്പിട്ട് വാങ്ങിച്ചു, അതായത് വീട് ജപ്തി ചെയ്യാൻ തടസ്സമില്ല എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പേപ്പർ ഒപ്പിട്ട് വാങ്ങിക്കുകയും ചെയ്തു. ഈ ഇടയ്ക്ക് ഷെമിയോട് സംസാരിച്ചപ്പോൾ ഷെമി ഇക്കാര്യം തന്നോട് പറഞ്ഞതെന്നും അബ്ദുൾ റഹീം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ ബാങ്കിനെതിരെ ഗുരുതരമായ ആരോപണമാണ് അബ്ദുൾ റഹീം ഉന്നയിച്ചിരിക്കുന്നത്. 7 വർഷമായിട്ട് താൻ വിദേശത്താണ്. ഇത്രയധികം കടങ്ങളിലേക്ക് തന്റെ കുടുംബം പോകാനുള്ള കാരണത്തെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്ന ആ ഒരു കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ് അബ്ദുൾ റഹീം. വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ നിന്ന് 15 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. ഹൗസിംഗ് ലോണായിട്ടായിരുന്നു താൻ ആ പണം വായ്പ എടുത്തിരുന്നത്. കുറച്ച് പൈസ കൂടി ബാക്കി അടയ്ക്കാനുണ്ടായിരുന്നു. അത് കൂടിയാണ് ഇത്തരത്തിൽ വലിയൊരു കടമായത് എന്നാണ് തന്റെ വിശ്വാസം. തനിക്കറിയാവുന്നത് ഈ തട്ടത്തുമലയിലെ 4.5 ലക്ഷവും ബാങ്കിൽ നിന്ന് വാങ്ങിയ 15 ലക്ഷവും മാത്രമാണ്. ബാക്കി കടങ്ങളുടെ കാര്യം തനിക്ക് അറിയില്ല എന്നാണ് അബ്ദുൾ റഹീം ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത്. ഷെമി ചിട്ടി നടത്തിയിരുന്നു, അതിനെക്കുറിച്ചുള്ള വിവരമൊന്നും തനിക്ക് അറിയില്ല. മുട്ട ബിസിനസ് നടത്തിയിരുന്നു എന്നറിയാം, മറ്റു കാര്യങ്ങളൊന്നും തനിക്ക് അറിയില്ല എന്നതടക്കമുള്ള പ്രതികരണമാണ് അബ്ദുൾ റഹീം കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ബാങ്കിനെതിരെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മൊഴികൾ, അല്ലെങ്കിൽ അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ വെളിപ്പെടുത്തൽ വളരെയധികം നിർണായകമായി മാറുകയാണ്. മാത്രമല്ല, നിങ്ങൾ നിമിത്തമാണ് എന്റെ കുടുംബം നശിച്ചതെന്ന് അബ്ദുൾ റഹീം വളരെ വൈകാരികമായി ആ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജറുടെ മുഖത്ത് നോക്കി പറയുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരിക്കുന്നു. എന്തായാലും നിർണായകമായ വെളിപ്പെടുത്തലായി ഇത് മാറിയിരിക്കുകയാണ്. 40 ലക്ഷം രൂപ എങ്ങനെ കടം വന്നു എന്ന കാര്യത്തിൽ തനിക്കൊരു വ്യക്തതയില്ല എന്ന ആ മൊഴി അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ്. അതേസമയം എന്തായാലും അഫാൻ ഇത്രയും കൊലപാതകങ്ങൾ നടത്തിയത് തന്റെ സാമ്പത്തിക ബാധ്യത, കടക്കെണി നിന്ന് തിരിയാൻ പറ്റുന്നില്ല, 4 സൈഡിൽ നിന്നും പണം വാങ്ങാനുള്ളവരുടെ ഒരു നിരന്തരമായ ശല്യപ്പെടുത്തൽ, അങ്ങനെ വളരെ ഒരു രൂക്ഷമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോയപ്പോഴാണ് താൻ ഇത്തരത്തിൽ കൊലപാതകം നടത്തിയത് എന്നൊരു മൊഴിയാണ് അഫാൻ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക ഇടപാടുകൾ, അതായത് ഇത്രയധികം കടം വരാൻ എന്താണ് കാരണം, അതിന് പിന്നിലുള്ള ഈ ഇടപാടുകൾ എന്തൊക്കെയാണ് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഇത് പറയാൻ കഴിയുന്ന ഒരു വ്യക്തി ഷെമിയാണ്. ഷെമിയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ ഭേദമായി വരുന്നതേ ഉള്ളൂ. അബ്ദുൾ റഹീമിന് ഈ കാര്യങ്ങളെക്കുറിച്ച് വലിയൊരു അറിവുമില്ല. അപ്പോൾ എന്തായാലും അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ഈ ബാങ്കിനെതിരെയുള്ള ഈ ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നതും അത് വളരെയധികം നിർണായകമായി മാറിയിരിക്കുന്നത്. അതേസമയം അഫാനാണ് കൊലയാളിയെന്നും അഫാനാണ് ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തതെന്നും ഷെമിയോട് താൻ പറഞ്ഞുവെന്നും അത് കേട്ടയുടൻ ഷെമി പൊട്ടിക്കരയുകയും മാത്രമല്ല മകൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് കരയുകയാണ് ചെയ്തത്. അത്തരത്തിലൊരു പ്രതികരണമാണ് ഷെമി നടത്തിയതെന്നും അബ്ദുൾ റഹീം പ്രതികരിച്ചിരിക്കുന്നു. ഷെമിയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ വളരെ ഭേദകരമാണ്. ഷെമി സംസാരിക്കുന്നുണ്ട്, പക്ഷേ സംസാരിക്കുന്ന കാര്യങ്ങളിൽ ചെറിയ വ്യക്തത കുറവുണ്ട്. കാരണം താടിയലിലടക്കം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഷെമിയെ ആശുപത്രിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ബന്ധുക്കളുടെ വീട്ടിലേക്കും അല്ലെങ്കിൽ
ആ കൊലപാതകങ്ങൾ നടന്ന വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം. അതുകൊണ്ട് കെയർ ഹോമിലേക്കാണ് ഇപ്പോൾ ഷെമിയെ മാറ്റിയിരിക്കുന്നത്. അഫാന്റെ ആക്രമണത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ഷെമി 17 ദിവസങ്ങൾക്ക് ശേഷമാണ് ആശുപത്രി വിട്ടത്. വെഞ്ഞാറമൂട് കുറ്റിമൂടുള്ള സ്നേഹസ്പർശം കെയർ ഹോമിലേക്കാണ് ഷെമിയെ മാറ്റിയത്. ബന്ധുവീടുകളിലേക്കൊന്നും പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് ചിലരുടെ സഹായത്തോടെ കെയർ ഹോമിലേക്ക് ഷെമിയെ മാറ്റി. പാങ്ങോടുള്ള ബന്ധുവീട്ടിൽ കൊണ്ടുവരാൻ കഴിയില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞിരുന്നു. തന്റെ മകൻ അങ്ങനെ ചെയ്യില്ലെന്ന അമിത ആത്മവിശ്വാസത്തിലാണ് ഷെമി ഇപ്പോഴും ആയിരിക്കുന്നത്. കുഞ്ഞു മകന്റെ കാര്യമാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഘട്ടം ഘട്ടമായി പറഞ്ഞിട്ടുണ്ട്. കരച്ചിൽ മാത്രമേ ഉള്ളൂ, വിങ്ങി കരയുന്നുണ്ട്. അഫാനാണ് ഇതൊക്കെ ചെയ്തതെന്നും പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്യില്ലെന്നാണ് ഷെമി ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത്. കുടുംബത്തിൽ സംഭവിച്ച അതിദാരുണമായ കൊലപാതകങ്ങളെല്ലാം ഷെമി അറിഞ്ഞിരിക്കുകയാണ്. മൂത്ത മകനാണ് ഈ തന്റെ ഇളയ മകനെ കൊലപ്പെടുത്തിയതെന്നും ഫർസാനെ കൊലപ്പെടുത്തിയതെന്നും അതുപോലെ തന്നെ പിതൃമാതാവിനെ കൊലപ്പെടുത്തിയെന്നും അബ്ദുൽ ലത്തീഫിനെയും ഭാര്യയും കൊലപ്പെടുത്തി എന്നതടക്കമുള്ള സകല വിവരങ്ങളും ഷെമി അറിഞ്ഞിരിക്കുകയാണ്. ഫെബ്രുവരി 24-നാണ് ഈ കൂട്ടക്കൊലപാതകങ്ങൾ അരങ്ങേറുന്നത്. അതായത് ആദ്യം മാതാവ് ഷെമിയെ ഈ അഫാൻ ആക്രമിക്കുന്നു. അതിനുശേഷം മാതാവ് മരിച്ചു എന്ന് കരുതി നേരെ പിതൃമാതാവിന്റെ വീട്ടിലേക്ക് പോകുന്നു. സൽമാ ബീവിയുടെ വീട്ടിലെത്തി അവരെ ആക്രമിക്കുന്നു, മാല കൈക്കലാക്കുന്നു. അതിനുശേഷം അബ്ദുൽ ലത്തീഫിന്റെ, അതായത് പിതൃ സഹോദരന്റെ വീട്ടിലെത്തുന്നു. അദ്ദേഹത്തെ ആക്രമിക്കുന്നു, കൊലപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. ഫർസാനെ വിളിച്ചു വരുത്തുന്നു, ഫർസാനെ കൊലപ്പെടുത്തുന്നു. എല്ലാം കഴിഞ്ഞ് ഒടുവിൽ തന്റെ പൊന്നോമനയായ അഫ്സാൻ അനിയനെയും കൊലപ്പെടുത്തുന്നു. ഈ അതിക്രൂരമായ കൊലപാതകങ്ങൾക്ക് ശേഷം പ്രതി സ്വയം എത്തി കീഴടങ്ങുകയായിരുന്നു. എന്തായാലും ഈ ഒരു കൊലപാതകങ്ങൾ സംബന്ധിച്ചുള്ള കുറച്ച് ദുരൂഹതകളൊക്കെ ബാക്കിയുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അബ്ദുൾ റഹീം ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ തന്നെ എന്തായിരിക്കാം പെട്ടെന്നൊരു ദിവസം അത്തരത്തിലൊരു ആക്രമണങ്ങളിലേക്ക്, അല്ലെങ്കിൽ അതിന്റെ മൂലകാരണം എന്താണെന്ന കാര്യത്തിലൊക്കെ ചെറിയൊരു വ്യക്തത വരുന്നുണ്ട്. എന്തായാലും ഷെമിയുടെ ഒരു മൊഴി വന്നതിന് ശേഷം മാത്രമേ എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തത വരുത്താനാകൂ എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അതേസമയം തങ്ങൾക്ക് ഒരുപാട് നഷ്ടമുണ്ടായി, അതായത് ഒരുപാട് ജീവനുകൾ നഷ്ടമായി. അതെല്ലാം അഫാൻ കാരണം ഉണ്ടായതാണ്. അതുകൊണ്ട് അഫാനോട് തനിക്ക് പൊരുത്തപ്പെടാൻ സാധിക്കില്ല എന്നാണ് അബ്ദുൾ റഹീം പ്രതികരിച്ചിരിക്കുന്നത്. വീട് വിൽക്കാൻ ശ്രമിക്കുകയായിരുന്നു, ഇനി എങ്ങോട്ട് പോകുമെന്നറിയില്ല എന്നതടക്കമുള്ള പ്രതികരണം അദ്ദേഹം നടത്തുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.